പള്ളിപ്പുറം ഗവൺമെന്റ് LP സ്കൂളിലെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്തൃ ദിനവും ഫെബ്രുവരി 18-ാം തീയതി നടന്നു. രാവിലെ 10-ന് പതാക ഉയർത്തൽ ചടങ്ങ് നടത്തി. വൈകിട്ട് 5-ന് നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനാധ്യാപിക സാലി കെ.എ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് ഫിലിം സി മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത യൂട്യൂബേഴ്സ് അമ്മാമ്മയും കൊച്ചുമോനും മുഖ്യാതിഥികളായി എത്തി. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. അതിനുശേഷം സമ്മാനദാന ചടങ്ങുകളും നടന്നു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പുറം ഗവൺമെന്റ് LP സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് വളരെ നല്ല രീതിയിൽ 77 വർഷമായി പ്രവർത്തിക്കുന്ന സ്കൂൾ ഇന്ന് ഈ നിലയിൽ എത്തിച്ചത് ഇവിടുത്തെ പ്രധാന അധ്യാപകരുടെയും ടീച്ചേഴ്സിൻ്റെയും PTA-ൻ്റെയും ശ്രമത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ മെട്രോ ട്രെയിൻ വന്നു, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലൈറ്റ് മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഊഞ്ഞാലുകൾ, പിന്നെ മറ്റ് ഒരുപാട് കളിക്കാനുള്ള ഒരുപാട് സംഗതികൾ, ഒരു ഷിപ്പ്, ഒരു തോണി, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. പിന്നെ അതോടൊപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുട്ടികളിലുള്ള കായികപരമായിട്ടുള്ള കഴിവുകളെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാസ്കറ്റ്ബോൾ കോർട്ടും അതുപോലെ തന്നെ ജിംനേഷ്യം, പിന്നെ ഷട്ടില്, ഈ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഹോൾ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഗ്രൗണ്ട് വിശാലമായി നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഗ്രൗണ്ട് അടുത്ത് തന്നെ ഉദ്ഘാടനം തറക്കല്ലിട്ട് കഴിഞ്ഞാൽ അടുത്ത് തന്നെ അത് പണി ആരംഭിക്കും. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനം നടത്തി UP അല്ല ഹൈസ്കൂളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു സാധ്യത ഇന്ന് ഈ സ്കൂളുണ്ട് എന്ന് അടിവരട്ട് പറയാൻ പറ്റും. ഇന്ത്യയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സ്കൂൾ കാണാൻ പ്രയാസമാണ്. അത്രയും നല്ല കോച്ചിങ് ആണ് ഇവിടുത്തെ ടീച്ചേഴ്സ് കൊടുക്കുന്നത്. പ്രധാന അധ്യാപികയാണെങ്കിൽ മക്കളെ പോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ കുട്ടികളെയും സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുപോയിരുന്നത്. അവരുടെ കഴിവിനെ മാക്സിമം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പിന്നെ ഇന്ന് സബ് ജില്ല കഴിഞ്ഞ് ജില്ലയിലേക്ക് എത്തിച്ച് അവർക്ക് ഫസ്റ്റ് A ഗ്രേഡ് വരെ വാങ്ങി കൊടുക്കാൻ ഇവിടുത്തെ ടീച്ചേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഓരോ കഴിവുകളെയും എടുത്ത് വികസിപ്പിച്ച് കൊണ്ടുവരികയാണ് ആ ടീച്ചേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കിവിടെ രക്ഷാകർതൃ ദിനമാണ്, അതോടൊപ്പം തന്നെ വാർഷിക ആഘോഷിച്ചിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ഉദ്ഘാടനം തുടങ്ങാൻ പോവുകയാണ്. കഷ്ടപ്പെട്ട ജോലിയാണെങ്കിലും അതിനുശേഷം വീണ്ടും സ്കൂളിലെത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുകയും
അറിഞ്ഞ് ഓരോ സഹായവും ചെയ്തു വരികയും ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് എപ്പോഴും പുല്ല് പിടിച്ച് കിടക്കും. അപ്പോൾ സിബിൻ തന്നെ മെഷീൻ മേടിച്ച് തനിയെ അത് വെട്ടി വൃത്തിയാക്കിയൊക്കെ ചെയ്യും. അങ്ങനെ ഭൗതിക കാര്യങ്ങളിലായാലും അക്കാദമിക കാര്യങ്ങളിലായാലും ഒട്ടേറെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യമുണ്ട്. ഈ അടുത്ത് തന്നെ പെട്രോനെറ്റ് LNGയുമായി സഹകരിച്ച് നമ്മൾക്ക് ബെഞ്ചും ഡെസ്കും ലഭിച്ചു. അതുപോലെ തന്നെ നമ്മൾക്ക് അത്യാവശ്യമായി ഇപ്പോൾ 2 ക്ലാസ് റൂമുകളുടെ അത്യാവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ട എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോടൊപ്പം എല്ലാ പിന്തുണയും നൽകി സഹകരിച്ചു വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷെന്നി ഫ്രാൻസിസിനെ ഏറ്റവും ഹാർദമായി സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ ഓരോ സ്കൂളിന്റെ ഓരോ കാര്യങ്ങളും വിളിച്ചറിയിക്കുമ്പോൾ അദ്ദേഹം വരാൻ പറ്റില്ല എന്ന് പറയാറില്ല, എപ്പോഴും വരാൻ റെഡിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വിദ്യാലയത്തോടെ ഇന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആ സ്നേഹത്തെ നന്ദിയോടെ ഓർക്കുകയും അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. നാട്ടുകാരെ, പ്രിയ കുട്ടികളെ, വൈപ്പിൻകരയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രമുറങ്ങുന്ന മണ്ണാണിത്. 1947 രൂപീകൃതമായ സ്കൂളാണിത്. അതിൽ വളരെ അഭിമാനം കൊള്ളണം നമ്മളൊക്കെ. ഒരിക്കൽ അമ്മയോടൊപ്പം ഈ സ്കൂളിൻ്റെ പടി ചവിട്ടുമ്പോൾ പിന്നീട് ഈ സ്കൂളിൽ ഒരു വീട് പോലെ കണ്ട് ഇവിടെ നിന്ന് ഈ വീതിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനം കൊള്ളണം ഞാൻ. കാരണം ഈ സ്കൂളിൽ തന്നെ പഠിച്ച് PTA പ്രസിഡൻ്റായി സ്കൂളിലെ ഒരു അമരക്കാരനായി നിന്നുകൊണ്ട് ഇത് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മറ്റൊന്ന് എനിക്ക് സ്കൂളിൻ്റെ വികസനത്തെക്കുറിച്ച് പറയാനുള്ളത്, ഞാൻ പഠിക്കുമ്പോൾ ഇവിടെ 4ാം ക്ലാസ്, ഇപ്പോഴും വന്നപ്പോഴും 4ാം ക്ലാസ് തന്നെ. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഉയരത്തിലോട്ട് UP ഹൈസ്കൂൾ, അങ്ങനെ ഈ സ്കൂള് പുതിയൊരു തലത്തിലേക്ക് മാറണം എന്ന് വളരെയേറെ ആഗ്രഹം ഉണ്ട് മനസ്സിൽ. അപ്പോൾ അധികാരികളെല്ലാവരും ഇത് അറിഞ്ഞ് ഈ സ്കൂളിന് വേണ്ടി പരിശ്രമിക്കണം. മറ്റൊരു കാര്യം, വൈപ്പിൻകരയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണ്, അതായത് ഗവൺമെൻറ് സ്കൂളുകളിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണിത്. ഈ സ്കൂളുകളിൽ പിള്ളേർ വന്ന് പഠിക്കണം. നല്ലൊരു സ്കൂളാണിത്. നല്ല രീതിയിൽ പഠന നിലവാരത്തിലായാലും കായിക പ്രവർത്തനങ്ങളിലായാലും വളരെ മികവ് പുലർത്തുന്ന ഒരു സ്കൂളാണിത് നമ്മുടെ GLPS പള്ളിത്തോട്. അങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ എന്നും ഈ സ്കൂളിൻ്റെ കാവൽക്കാരനായിട്ട് അമരക്കാരനായിട്ട് ഈ സിബിൻ സേവ്യർ മാളിയേക്കൽ എന്നും ഉണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ സ്കൂള് പഴയ കാലത്ത് പഠിക്കാനും എല്ലാം സൗകര്യം ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ഇന്നിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പഠിക്കുവാനും അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളും പഠിക്കാനുള്ള കാര്യങ്ങളുമെല്ലാം നേടി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന കാലമാണ്. അപ്പോഴാണ് നമ്മുടെ സർക്കാർ, നമ്മുടെ പഞ്ചായത്തിൽ, പള്ളിപ്പുറം പഞ്ചായത്തിൽ 3 സ്കൂളാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്, സർക്കാർ സ്കൂളുകളായിട്ട്. ഒന്ന് നമ്മുടെ ഈ സ്കൂളും, അതോടൊപ്പം തന്നെ ചക്കരക്കടവ് 9ാം വാർഡിലുള്ള ഒരു സ്കൂളും, അതുപോലെ ചെറായി സൗത്ത് സ്കൂളും. അങ്ങനെ 3 LPS ആണ് നമ്മുടെ കീഴിലുള്ളത്. നമ്മൾ ഈ സ്കൂളിന് വേണ്ടി ഇവിടുന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ പരമാവധി കാര്യങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പരമാവധി കാര്യങ്ങൾ നമ്മളെപ്പോഴും കൂടെ നിന്ന് തന്നെ ചെയ്യാറുണ്ട്. ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 77 വർഷമായി നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടയിൽ കുറച്ച് നമുക്ക് പ്രശ്നങ്ങളുണ്ടായി. സ്കൂളിൽ കുട്ടികൾ കുറവായി, പൂട്ടേണ്ട ഗതിയിൽ ഞാൻ എല്ലാ വർഷവും പറയാറുള്ളതാണ്. പൂട്ടേണ്ട ഒരു സമയം വരെ എത്തിച്ചേർന്ന സ്കൂളാണ് നമ്മുടെ സ്കൂള്. ഇപ്പം വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് നമ്മുടെ സ്കൂളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ ചേർക്കാൻ മനസ്സ് കാണിച്ചതും, അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ എല്ലാ ഒരു സഹായവും ഈ സ്കൂളിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രക്ഷിതാക്കളുടെ സഹായം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള PTA
PTA എന്ന് പറയുമ്പോൾ PTA ആണ് നമ്മുടെ സ്കൂളിൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്നത്. സ്കൂളിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് നമ്മുടെ PTA ഒരു PTA പ്രസിഡന്റ് മാത്രമല്ല, PTA-യിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ. ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോഴും ഏതൊരു പരിപാടിക്ക് വരുമ്പോഴും പരിപാടി ഇല്ലാത്തപ്പോൾ വരുമ്പോഴും നമ്മുടെ PTA-യിലെ കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അവരുടെ നല്ലൊരു പ്രയത്നം നമ്മുടെ ഈ സ്കൂളിനുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ടീച്ചർമാരൊപ്പം തന്നെ HM-ഉം ബാക്കിയുള്ള ടീച്ചർമാരും അധ്യാപകരൊപ്പം തന്നെ അവരും പ്രയത്നിച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും കുറച്ച് വർഷങ്ങളായി നമ്മൾ നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഈ വാർഷികം ആഘോഷവുമായി മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ പഠിത്തത്തിൽ മാത്രമല്ല അവരുടെ കലാപരമായ കാര്യങ്ങളും അതോടൊപ്പം കായികപരമായ കാര്യങ്ങളും എല്ലാം അതിനു വേണ്ട എല്ലാ സൗകര്യവും നമ്മുടെ ഈ സ്കൂളിലുണ്ട്. കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ പഠിക്കണേന്റെ അതല്ല ഇന്നത്തെ കൊച്ചുകളെ വന്നിട്ട് കളിക്കണ കണ്ടിട്ട് ഡാൻസ് കളിക്കണ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാ മണീഷിച്ചു. എല്ലാവരും നന്നായിട്ട് കൈയടിക്കുക. ബഹുമാനപ്പെട്ട SI ബിപിൻ സാറിനെയാണ് ഈ വേദിയിലേക്ക് ക്ഷണിച്ചിരുന്നത്. അദ്ദേഹത്തിന് അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉള്ളത് കാരണം ഇന്ന് ഇതിന് പങ്കെടുക്കാൻ പറ്റാത്തില്ലാത്തതുകൊണ്ടാണ് എന്നെ ഇന്ന് പറഞ്ഞു വിട്ടത്. അതിൽ ഈ വേദിയിൽ പങ്കെടുക്കാൻ, ഈ വേദിയിൽ വരാനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനും കിട്ടിയ നിമിഷത്തിന് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഒരു പൂന്തോട്ടമാണെങ്കിൽ ആ പൂന്തോട്ടത്തിൽ പല തരത്തിലുള്ള പുഷ്പങ്ങളുണ്ട്. ആ പുഷ്പങ്ങളാണ് ആ പൂന്തോട്ടത്തിനെ ഭംഗിയാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ കുട്ടികൾ, ഈ കുഞ്ഞു കുട്ടികൾ പല വ്യത്യസ്ത സ്വഭാവത്തിലും വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരാണ്. ആ പൂന്തോട്ടങ്ങൾ, ആ കുട്ടികൾ ഏത് പൂവാണ് അല്ല ഏത് പുഷ്പമാണ് ഏതാണെന്ന് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ടീച്ചേഴ്സിനാണ്. ഒരു പക്ഷേ നമ്മുടെ വീട്ടുകളിൽ നിൽക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇടപഴകുന്നത് ഈ ടീച്ചേഴ്സിനോടാണ് കുട്ടികൾ. അപ്പോൾ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ രീതി എങ്ങനെയാണെന്നും ഏത് ടാലൻ്റാണ് അവർക്കുള്ളതെന്നും ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്ന ഈ ടീച്ചേഴ്സാണ്. ആ ടീച്ചേഴ്സിനെ ഈ കുട്ടികളെ ഒന്ന് തിരിച്ചറിയിക്കുന്നതിനും അവരെ നോക്കുന്ന അതിൽ നമ്മൾ ഒരു അഭിമാനം കൊള്ളുകയാണ്. ആ ടീച്ചർമാർ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ പോലും നമ്മൾ 1 മണിക്കൂർ അല്ല 2 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ കുട്ടികളോട് ദേഷ്യപ്പെടാറുണ്ട്. എല്ലാ അമ്മമാരും മാതാപിതാക്കളും അങ്ങനെ തന്നെയൊക്കെയാണെന്ന് ഞാൻ കാണുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ ഭൗതിക തലത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ട്, ഒരു 6-7 മാസം വരെ പ്രായമുള്ള ഒരു കുട്ടി, ആ കുട്ടി അതായത് കട്ടിലിൽ നിന്ന് ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ ആദ്യമേ എന്ത് ചെയ്തു, കൊച്ചു തലയണ കൊണ്ടുവന്ന് താഴെ ഇട്ടിട്ട് ഇറങ്ങാൻ നോക്കി. അപ്പൊ കൊച്ചിന് പറ്റുന്നില്ല. ആ കുട്ടി രണ്ടാമതെന്ന് പറഞ്ഞാൽ പിന്നെ ആ പുതപ്പ് പെതുക്കെ വലിച്ച് താഴെ ഇട്ടിട്ട് ആ പുതപ്പിൽ ചവിട്ടി അത് ഇറങ്ങുന്നത്. നമ്മുടെ ഈ പ്രായത്തിൽ അത് ഞാനൊക്കെ ഓർക്കുക, ഇപ്പോഴത്തെ കുട്ടികളുടെ ഭൗതിക തലത്തിൽ അല്ലെങ്കിൽ അവർ ജന്മനാ തന്നെ അത്രയും കഴിവുള്ള കുട്ടികളായിട്ടാണ് വളരുന്നത്. നമ്മുടെയൊക്കെ ആദ്യകാലത്തുള്ള കുട്ടികളൊക്കെ കട്ടിലിൽ നിന്ന് നേരെ താഴോട്ടാണ് വീഴുന്നത്. എല്ലാ കുട്ടികളും താഴെ നമ്മുടെ ആ പ്രായത്തിലുള്ള അതേ സ്ഥലത്ത് ഇപ്പോഴത്തെ കുട്ടികൾ അത്രയ്ക്കും ഭൗതിക തലത്തിൽ അല്ലെങ്കിൽ അത്രയ്ക്കും ഉയർന്ന ചിന്താഗതിയോടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ പറയാം 8 വയസ്സ് 9 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഡ്രഗ്സിനൊക്കെ അടിമയായി മാറുകയാണ്. അത് ഈ കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൂട്യൂബിൽ കോഴിക്കോട് നടന്ന ഒരു സംഭവമാണ്. ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്വന്തമായിട്ട് തൂങ്ങിച്ചത്, ആത്മഹത്യ ചെയ്തത്. നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ എന്ത് ചെയ്തത്, അവന്റെ അപ്പൻ ഗൾഫിലാണ്, അമ്മ കുട്ടികളെ വടക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി കുട്ടിക്ക് ഫോൺ മേടിച്ചു കൊടുത്തു.
അപ്പൊ കൊച്ചിന് പല അസ്വസ്ഥതയായി മറ്റു കാര്യങ്ങളായി ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിയുടെ അമിതമായ ഫോൺ ഉപയോഗം കൊണ്ടാണ് കുട്ടി ഇങ്ങനത്തെ ഉള്ള അസ്വസ്ഥതകൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഇനി മേലിൽ ഫോൺ കൊടുക്കരുത് എന്ന് പറഞ്ഞു. അല്ല, ഫോൺ ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ഈ അമ്മ എന്ത് ചെയ്തു? കുട്ടിയുടെ ഫോൺ മേടിച്ച് വെച്ചു. കുട്ടിയുടെ ഫോൺ മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ കുട്ടി വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് വെച്ചു, അമ്മ ഫോൺ തരുമോ? അമ്മ പറഞ്ഞ് തരത്തില്ല. അമ്മയെ ഫോൺ തരുമോ? തരത്തില്ല. കുട്ടി വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് അത് അല്പനേരത്തേനൊക്കെ തരാമെന്ന് പറഞ്ഞ് കുട്ടിയുടെ കൊടുത്തു. കുട്ടി ആ ഫോണുമായിട്ട് പോകുന്ന കണ്ടു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടിയെ കാണുന്നില്ല. അങ്ങനെ കുട്ടിയെ കാണാതെ ബാത്റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ ഇത് നോക്കിയപ്പോഴത്തേന് കുട്ടി അത് ബാത്റൂമിൽ ആത്മഹത്യ ചെയ്ത് തൂങ്ങി നിൽക്കുന്നു. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോഴാണ് ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേനാണ് കാണുന്നത് ഫോണിൻ്റെ അകത്ത് കുട്ടി ആദ്യമേ കൊടുത്തേക്കുന്ന ആത്മഹത്യ ചെയ്ത് എങ്ങനെ. അപ്പോൾ തന്നെ ആത്മഹത്യയുടെ കുറേ പിക്ചറുകൾ ആ ഫോണിൽ കൂടെ ഉണ്ട്. ഏറ്റവും നല്ല ആത്മഹത്യ ഏത്, അല്ലെ ഏറ്റവും നല്ല മരണം ഏത് എന്ന് നോക്കിയപ്പോഴത്തേന് തൂങ്ങി മരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ള കാഴ്ചപ്പാട് ഫോണിൽ കൂടെ കാണുന്നത്. ആ കുട്ടി അതേപോലെ തന്നെ തൂങ്ങി മരിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഇതേ ഉള്ള തലമുറയിലുള്ള കുട്ടികൾ ഫോണും മറ്റു എല്ലാം ചെയ്യുന്നത് ഭൗതിക തലത്തിലും അല്ലെങ്കിൽ ആത്മീയ തലത്തിലും അല്ലാത്ത തലത്തിലും എല്ലാം ഉയർന്ന ചിന്താഗതിയോട് കൂടിയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ജനിച്ചു വീഴുന്നത് തന്നെ. നമ്മുടെ ഇപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരു കുട്ടികൾ മാതാപിതാക്കളോട് ഒരു ഫോണൊന്ന് ഉപയോഗിക്കാൻ പറഞ്ഞാൽ അത് അവർക്ക് നോക്കാൻ പോലും അറിയില്ല. പക്ഷേ ഒരു 2 വയസ്സ് 3 വയസ്സുള്ള ഒരു കുട്ടികളോട് ചോദിച്ചാൽ, എൻ്റെ വീട്ടിലെ ഫോണുകളൊക്കെ പരമാവധി അത് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് ടെക്നിക്കലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിച്ചു തന്നെയാണ് ചെയ്യുന്നത്. അമ്മാമയും കൊച്ചുമോനും അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന വാർഡ് മെമ്പർ പോൾസൺ മാളിയേക്കൽ, നമ്മുടെ സ്കൂൾ ലീഡർ ജോഷുവ, അതുപോലെ തന്നെ SM ചെയർപേഴ്സൺ പുഷ്പരാജൻ, ബഹുമാനപ്പെട്ട HM, ടീച്ചേഴ്സ്, രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമുക്കറിയാം ഓരോ വാർഷികാഘോഷവും നമ്മുടെ ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ അവസാന നിമിഷത്തിലെ ഏറ്റവും ഒരു സുപ്രധാനമായിട്ടുള്ള എല്ലാ സ്കൂളുകളും നടത്തുന്ന വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് നമ്മുടെ എല്ലാ വാർഷികാഘോഷവും. അപ്പോൾ ഈ വാർഷികാഘോഷത്തിൽ നമ്മുടെ കുട്ടികളുടെ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു വേദിയാണ്. അതുപോലെ തന്നെ അവർ ഈ ഒരു വർഷക്കാലയളവിൽ അവർ ആർജിച്ച കഴിവുകൾ, അവരുടെ കഴിവിനുള്ള അംഗീകാരത്തിലേറെ സമ്മാനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഓരോ മേഖലകളിലും കൈവരിച്ച അവരുടെ കഴിവ് തെളിയിച്ച ആ മേഖലകളിലൊക്കെ അവർക്ക് കിട്ടുന്ന അംഗീകാരം, അതാണ് ഇന്ന് ഈ ആനിവേഴ്സറി വേദി. അപ്പോൾ എല്ലാ കുട്ടികളും തന്നെ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഹാർബറിലാണ് വരാറ്. അങ്ങനെ ഈ നാട് നമുക്ക് അത്രയും നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരു നാട്ടിലേക്ക് ടീച്ചർമാർ നമ്മളെ വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ അമ്മാമ്മേനെയും കൊച്ചുമോനെയും നെഞ്ചോട് ചേർക്കാൻ കാണിക്കുന്ന ഈ ഒരു സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. അതേപോലെ തന്നെ കുട്ടികളോട് ഇതേപോലെ സാറ് പറഞ്ഞ പോലെ മൊബൈൽ ഉപയോഗം, ലഹരി, ഇതൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ കുട്ടികളെക്കാൾ കൂടുതൽ നമ്മൾ മാതാപിതാക്കളാണ് അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. കാര്യം കുട്ടികളോട് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇനി മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലഘട്ടത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ഞാൻ വീട്ടിലൊക്കെ ചെയ്യുന്നൊരു കാര്യം ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. നല്ലതാണെങ്കിൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വേറെ ഒന്നുമല്ല, മൊബൈൽ ഫോൺ ഇനിയിപ്പോൾ കൊച്ചിന് വരെ കൃത്യമായിട്ട് അവർക്കത് യൂസ് ചെയ്യണം. ആ ഒരു ടാലന്റ് അവരുടെ ഉള്ളിൽ അത് കണ്ടു വളരുന്നതുകൊണ്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് അത് യൂസ് ചെയ്യാനും അത് ഉപയോഗിക്കാനും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു ടൈം വെക്കുക കുട്ടികൾക്ക്. അപ്പം ഞാൻ എൻ്റെ മോനോട് മൊബൈൽ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മൊബൈൽ 7 മണിയാകുമ്പോൾ തരും, 7:15 ആകുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് തിരിച്ചു തരണം, അല്ലെങ്കിൽ ഒറ്റ ദിവസവും തരില്ല എന്നുള്ള രീതിയിൽ വെക്കും. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ആ 15 മിനിറ്റ് പപ്പ എനിക്ക് ആ ഫോൺ തരുന്നുണ്ട്. ആ സമയത്ത് എനിക്കുള്ള ഡൗട്ടുകൾ, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതെല്ലാം ചെയ്യാനുള്ള ഒരു സമയം, ഒരു സ്പേസ് നമുക്ക് കൊടുക്കണം. കാര്യം ഇല്ലാത്തടത്തോളം കാലം അവൻ ഈ മൊബൈൽ എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയാണ്. കിട്ടാക്കനിക്ക് വേണ്ടിയാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് സ്പേസ് കൊടുക്കാം. കാര്യം മൊബൈലിൽ നമ്മൾ എത്രത്തോളം അവരിൽ നിന്ന് അകത്തിക്കൊണ്ടുപോകുന്നു അത്രത്തോളം അതിനകത്തേക്ക് അവർ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ലഹരി എന്ന് പറയുന്ന ഒരു സാധനം
അവരിൽ നിന്ന് നമ്മൾ അകറ്റിക്കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. അതിന് സ്പേസ് കൊടുക്കാനല്ല ഞാൻ പറയണേ. അതിന് സ്പേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരില്ല. കാര്യം മൊബൈൽ ഫോണും ലഹരിയും രണ്ടും രണ്ടാണ്. ലഹരി എങ്ങനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ അതൊരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. നേരെ മറിച്ച് മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിന് ഗുണവും ദോഷവും ഉണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം നിൽക്കുന്നത് ആ ഒരു ഒറ്റക്കാരണം കൊണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ലഹരി നമുക്ക് എങ്ങനെ അകറ്റി നിർത്താന്നുള്ളതിൻ്റെ ഒരു ചെറിയ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ശരീരത്തിനെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുക. അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ ഇതേപോലുള്ള അവരുടെ ഉള്ളിലായിട്ട് ഉള്ള ഓടാനും ചാടാനും അങ്ങനെയുള്ള കായിക അഭ്യാസങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് സപ്പോർട്ട് കൊടുക്കുക. കാര്യം ലഹരിയുടെ പിന്നാലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഓടാനും ചാടാനുള്ള ആ ഒരു ടാലന്റ് അവർക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ കളരി, ഈ വ്യായാമങ്ങൾ, യോഗ, ജിമ്മിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നും അതിനെ അവരോർക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലഹരി ഉപയോഗിക്കാൻ തോന്നില്ല. കാര്യം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഈ പറഞ്ഞ ഓട്ടം, ചാട്ടം, ഇതിന് ഈ പഠനത്തോടൊപ്പം അതിനും ഒരു പ്രാധാന്യം കൊടുത്ത് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കളരി, യോഗ, ജിമ്മ്, ബോഡീനെ സ്നേഹിക്കാനായിട്ട് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് നല്ല രീതിയിൽ പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക് ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനായിട്ട് അവർ നിർബന്ധിതരാവും. ഒരു 10, 21 വയസ്സ്, 22 വയസ്സ് വരെയൊക്കെ ഇതിനെ സഹായിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ പിന്നാലെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു പക്ഷേ അതിനോടൊന്നും അഡിക്റ്റ് ആവാതെ മാറി നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കും. പിന്നെ മാതാപിതാക്കളായ നമ്മൾ അവരുടെ നല്ലൊരു കൂട്ടുകാരനാവാം. തെറ്റുകൾ സംഭവിക്കും. തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്ത് ഇല്ലാതെ ആക്കുന്നതിലും നല്ലത് അവരെ മനസ്സിലാക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക, ചേർത്ത് നിർത്താം. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അകറ്റി നിർത്തും തോറും നശിച്ചു പോയിക്കൊണ്ടിരിക്കും. കുട്ടികളുടെ കലാപരിപാടികൾ കാണാതിരിക്കുകയാണ്. അതുപോലെ കുട്ടികളും ധാരാളം സമയമായി അവരും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ഈ 2 വാക്ക് പറയുകയാണ്. നമ്മുടെ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ വിദേശ സർവകലാശാലകൾ പോലും നമ്മളിവിടെ തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നല്ല ഉന്നത രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു നമുക്ക് വേണ്ടത്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധികളായ ഞങ്ങളുടെയും ഉത്തരവാദിത്വം. അത് കാലാകാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് പ്രസിഡന്റിനോടും കൂടിയാണ് ഓർമ്മിക്കുക. കാരണം ധാരാളം പേരുടെ നിർദ്ദേശങ്ങൾ വരാറുണ്ട്. കാരണം ഒരു കായിക അധ്യാപകൻ നമുക്കിവിടെ ഇല്ല, അല്ലേ? ഒരു കായിക അധ്യാപകന്റെ ഒരു കുറവുണ്ട്. അത് തീർച്ചയായും നമുക്ക്, കാരണം ഞാനിവിടെ ഈ കുട്ടികൾക്കായി എൻ്റെ മകൾ പഠിക്കുന്നത് നമ്മുടെ ഭഗവതി വിലാസം സ്കൂളിലാണ്. അവിടെയായിരുന്നു ഈ പ്രാവശ്യത്തെ ഉപജില്ലാ കായികോത്സവം. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ കുട്ടികൾ അവിടെ കായിക മത്സരത്തിൽ ജയിച്ചു നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ അവർക്കൊരു പരിശീലനം കൊടുത്താൽ, കാരണം നമ്മുടെ സ്കൂളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. കടക്കൽ വളമിട്ടാലേ എല്ലാവർക്കും അത് പുരോഗതി ഉണ്ടാവുള്ളൂ. കാരണം നമുക്കറിയാം, നമുക്കതിൻ്റെ തെളിവുകളുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും വലിയ കായിക താരമായ സച്ചിൻ ടെണ്ടുൽക്കർ പോലും ആദ്യമായിട്ട് മത്സരത്തിനിറങ്ങിയത് ഒരു സ്കൂളിൻ്റെ പേരിലാണ്. ശാരദാമഠം സ്കൂളിൻ്റെ പേരിലാണ് അദ്ദേഹം ആദ്യമായിട്ട് മത്സരത്തിനിറങ്ങുന്നതും. അവിടെ ഒരു റെക്കോർഡ് ഇന്നിങ്സ് തന്നെ വിനോദ് കാംബ്ലിയായിട്ട് അതിപ്പോഴും റെക്കോർഡാണ്. കാരണം 1600 റൺസ് അവരെ ഒരു കൂട്ടുകെട്ട് പിറന്ന ഒരു റെക്കോർഡാണ്. അപ്പോൾ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ജൂൺ 3-ാം തീയതി പൂർവാധികം ഭംഗിയായി നടന്നു. ഈ അധ്യയന വർഷം 1-ാം ക്ലാസ്സിലേക്ക് 20 കുട്ടികളും LKGയിലേക്ക് 24 കുട്ടികളും പ്രവേശനം നേടി. ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ ആകെ 90 കുട്ടികൾ അധ്യയനം നടത്തിവരുന്നു. നിലവിൽ ഈ വിദ്യാലയത്തിൽ 5 അധ്യാപകരും, ഒരു അനധ്യാപക ജീവനക്കാരിയും, ഒരു പ്രീ പ്രൈമറി ആയയും, ഒരു കുക്കും സേവനമനുഷ്ഠിച്ചു വരുന്നു. പ്രവേശനോത്സവത്തിന് 4-ാം ക്ലാസ്സിലെ കുട്ടികൾ ചെണ്ടമേളങ്ങളോടെ നവാഗതരെ സ്കൂളിലേക്ക് സ്വീകരിച്ചു. എല്ലാ കുട്ടികൾക്കും അക്ഷര കാർഡുകളും മധുര പലഹാരവും നൽകി. ചടങ്ങിന് ടീച്ചർ ഇൻചാർജായ ശ്രീമതി ബിൻഷ വർഗീസ് സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് ശ്രീ റിയാസ് PI അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു.
കുട്ടികൾ അവതരിപ്പിച്ച സ്വാഗത ഡാൻസ് ചടങ്ങിന്റെ മാറ്റുകൂട്ടി. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തുളസി സോമൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നവാഗത മരത്തിൽ കുട്ടികൾ ഓരോരുത്തരായി പേരെഴുതിയ ഇലകൾ ഒട്ടിച്ചു. അന്നേ ദിവസം കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷെന്നി ഫ്രാൻസിസ്, വാർഡ് മെമ്പർ ശ്രീ പോൾസൺ മാളിയേക്കൽ, മുൻ ഹെഡ് മാസ്റ്റർ ശ്രീ കൃഷ്ണൻ കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രീ പ്രൈമറി ടീച്ചർ ശ്രീമതി മീര കെ ചടങ്ങിന് നന്ദി അർപ്പിച്ചു. രീതിയിൽ തന്നെയാണ് സ്കൂള് പ്രവർത്തിച്ച് വരുന്നത് എന്നറിയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ പരിപാടിയിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ഈ ജനുവരി 11 ഇതുപോലെ തന്നെ ഒരു വാർഷികത്തിൽ, അതായത് ഞാൻ പഠിച്ച സ്കൂള്, അന്ന് ഞാൻ പഠിച്ചത് ഗവൺമെൻറ്, അന്ന് UP സ്കൂളായിരുന്നു, ഇടത്തല ഗവൺമെൻറ് UP സ്കൂളിലാണ്. അത് ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പം ഞങ്ങൾ അവിടുത്തെ ഈ കഴിഞ്ഞ ജനുവരി 11 75ാം വാർഷികം ആഘോഷിച്ചു. അടുത്ത വർഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്കൂളും 75ാം വാർഷികം ആഘോഷിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആദ്യമേ തന്നെ ഞങ്ങൾ അവിടെ അതിന് മുൻകൈ എടുത്തത് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടന അന്ന് 78ാമത്തെ വാർഷികമാണ്, ക്ഷമിക്കണം. അത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പോയിന്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഞാൻ പഠിച്ച സ്കൂള് 75ാം വാർഷികം ഈ കഴിഞ്ഞ ജനുവരി 11 ആഘോഷിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യമേ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അതിൻ്റെ ആ ദൗത്യം ഏറ്റെടുത്തത്. അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ഞാൻ അതിൻ്റെ ട്രഷറായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ഞങ്ങളോട് വളരെ സങ്കടത്തോടു കൂടി തന്നെ ഒരു കാര്യം പറഞ്ഞു. അവിടെ ഒരു 450 പരം കുട്ടികൾ +2 പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ 450 കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ആകെ 15 കമ്പ്യൂട്ടർ മാത്രമാണ് ഉള്ളത്. ബാക്കി അവിടെ പരീക്ഷയൊക്കെ വരുമ്പോൾ അത് പുറത്തുനിന്ന് പ്രൈവറ്റ് ഏജൻസിയെ വിളിച്ചുകൊണ്ടായിരുന്നു അവിടെ പരീക്ഷ നടത്തുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ അവർക്ക് ആദ്യമായിട്ട് +2 വേണ്ടത് കുറേ കമ്പ്യൂട്ടറുകളായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി, ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ, അത് ഉദ്യോഗസ്ഥരുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു സ്വാഗത സംഘം രൂപീകരിച്ച് ഞങ്ങളുടെ പ്രധാന അജണ്ട അവിടെ ആവശ്യമായ കമ്പ്യൂട്ടറുകൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. 75ാം വാർഷികത്തിന് 75 കമ്പ്യൂട്ടർ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ 75ലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു 50 കമ്പ്യൂട്ടറുകൾ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. അത് പൂർവ്വ വിദ്യാർത്ഥികളുടെ മാത്രമായ ഒരു ദൗത്യമായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ മാത്രമല്ല അതിനെ സഹായിച്ചത്. പക്ഷെ അവിടെ ഒരുപാട് കമ്പനികളുണ്ട്. ഞങ്ങൾ കമ്പനികളെ സമീപിച്ചു, അവരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ചു. വ്യക്തികളും അതുപോലെ കമ്പനികളൊക്കെ എല്ലാം കൂടി സ്പോൺസർ ചെയ്യിച്ച് 50ഓളം കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് +2 കൊടുക്കാൻ സാധിച്ചു. ആദരണീയരായ അധ്യാപകരെ, മാതാപിതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ 78ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഏറെ മികവ് പുലർത്തിക്കൊണ്ട് അനുദിനം മുന്നേറുന്ന നമ്മുടെ വിദ്യാലയവും അതിന് നമ്മെ പ്രാപ്തരാക്കിയ നമ്മുടെ അധ്യാപകരും അവരുടെ പ്രയത്നങ്ങളെയും ഞാൻ ഇന്ന് ഈ വേദിയിൽ നന്ദിയോടെ ഓർക്കുന്നു. നമുക്കറിയാം, അറിവ് നേടുക എന്നത് ഇന്നത്ര പ്രയാസമുള്ള കാര്യമല്ല. ഏതൊരു കാര്യത്തെക്കുറിച്ചറിയാനും ഗൂഗിളിൽ ഒന്ന് പരതി നോക്കിയാൽ മതി. എന്നാൽ പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കരുത്തും ജിജ്ഞാസയും ശാസ്ത്രബോധവും ദേശസ്നേഹവും നമ്മളിൽ വളർത്തി നമ്മുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന ഈ വിദ്യാലയവും ഇതിലെ അധ്യാപകരും കാലഘട്ടം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലെന്നും മായാതെ നിൽക്കും.
നമ്മുടെ സ്കൂളിന്റെ 78ാമത് വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. Shravan Raji, Standard 3, Standard 4, Beads Work A grade, Group Dance, Adidev Prashant, Science Collection A grade, Ishana Abhilash, Standard OA, Standard 4, Standard 2, Lakshmi ES. Anvi Vijish, Action Song English and Second, Maria Senora. വളരെ 2 വർഷം മാത്രമാണെങ്കിലും കൂടിയിട്ട് മുന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട്, കാരണം സ്കൂളിന്റെ ദൈനംദിന കാര്യങ്ങൾ മറ്റൊരു ആളായിട്ടുള്ള നമ്മുടെ രേഷ്മയെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ സാറ് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുകൂടാതെ നമ്മുടെ പൂർവ്വകാല വിദ്യാർത്ഥികളായിട്ടുള്ള പല ആളുകളും എനിക്കറിയാം, പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും എൻ്റെ സ്കൂളിൻ്റെ പേരിലും PTA പേരിലും സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.